ബഹുമാന്യനായ കേരളത്തിന്റെ ധനകാര്യമന്ത്രി ശ്രീ കെ എം മാണി സാർ നിർവഹിക്കുന്നു. അത് അദ്ദേഹം നിർവഹിച്ചു കഴിഞ്ഞിരിക്കുന്നത് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ആദരപൂർവ്വം അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. കേരളത്തിന്റെ സാമൂഹ്യ മുന്നേറ്റത്തിന് നേതൃത്വം കൊടുത്ത നവോത്ഥാനത്തിന് കേരളത്തെ നവോത്ഥാനത്തിലേക്ക് നയിച്ച കേരളത്തിന്റെ വിദ്യാഭ്യാസ വികസനത്തിന് നിസ്തുലമായി സംഭാവന ചെയ്ത മഹാനായ മന്നത്ത് പത്മനാഭന്റെ അനുസ്മരണയ്ക്ക് മുമ്പിൽ ഞാൻ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊള്ളാം. അദ്ദേഹം കേരളത്തിന്റെ പൊതു ഉന്നത സാങ്കേതിക വിദ്യാഭ്യാസ വികസനത്തിന് ചെയ്തിട്ടുള്ള സംഭാവനകൾ എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന്റെ അനുസ്മരണയ്ക്ക് മുമ്പ് ഇപ്പോൾ ഇവിടെ ഒരു ആയുർവേദ കോളേജ് സ്ഥാപിതമാകുന്നു എന്നുള്ളത് വളരെ അർത്ഥവത്താണ്. ശ്രീ സുകുമാരൻ നായരുടെ നേതൃത്വത്തിൽ നായർ സർവീസ് സൊസൈറ്റിയുടെ ഡയറക്ടർ ബോർഡിന് ഇപ്പോൾ ഈ ആയുർവേദ കോളേജ് യാഥാർത്ഥ്യമാക്കുവാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ പ്രശംസനീയമായൊരു കാര്യമാണ്. സുകുമാരൻ നായരെയും ഈ യജ്ഞം പൂർത്തിയാക്കിയതിന് ശ്രീ സുകുമാരൻ നായരെയും ഡയറക്ടർ ബോർഡ് അംഗങ്ങളെയും ഞാൻ പ്രത്യേകിച്ച് അഭിനന്ദിക്കട്ടെ. 2005 സ്വാശ്രയ വിദ്യാഭ്യാസ രംഗത്തെ ഒരു കാര്യം ഞാൻ ഓർക്കുകയാണ്. ആദ്യമായി കേരളത്തെ സ്വാശ്രയ വിദ്യാഭ്യാസത്തിന് വേണ്ടി തുറന്നു കൊടുത്ത ദീർഘദർശിയായ ഭാവനാസന്നനായ ശ്രീ കെ ആന്റണിയെ ഞാൻ പ്രത്യേകിച്ച് അഭിനന്ദിക്കട്ടെ, അദ്ദേഹത്തെ നായകരെ. പക്ഷെ ഒരു കാര്യം, സ്വാശ്രയ വിദ്യാഭ്യാസ രംഗത്ത് പുതിയ സ്ഥാപനങ്ങൾ വരുവാൻ തുടങ്ങിയപ്പോൾ അലോപ്പതി മെഡിക്കൽ കോളേജുകൾക്ക് വേണ്ടി ഉള്ള മത്സരമാണ് ആദ്യമായി നടന്നത്. അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ ഒരു ആയുർവേദ മെഡിക്കൽ കോളേജ് ഇവിടെ സ്ഥാപിക്കുവാൻ മുൻകൈയെടുത്ത NSSന്റെ ആ ദീർഘവീക്ഷണത്തെ ഞാൻ പ്രത്യേകിച്ച് അഭിനന്ദിക്കുകയാണ്. കാരണം ഒരു ആയുർവേദ മെഡിക്കൽ കോളേജ് വാസ്തവത്തിൽ ആയുർവേദം എന്ന് പറയുന്ന ഭാരതീയ സംസ്കാരത്തിൽ ലയിച്ചു ചേർന്നിട്ടുള്ള ഒരു ചികിത്സാവിദ്യയാണ്. അപ്പോൾ ആ നിലയ്ക്ക് നമ്മുടെ സംസ്കാരവുമായി യോജിച്ചു നിൽക്കുന്ന, പ്രകൃതിമായിട്ട് യോജിച്ചു നിൽക്കുന്ന, പ്രകൃതിജന്യമായ ഒരു ചികിത്സാവിധി എന്നുള്ള നിലയിൽ ആയുർവേദ രംഗത്ത് ഒരു മെഡിക്കൽ കോളേജ് സ്ഥാപിക്കുവാൻ NSS മുൻകൈയെടുത്തത് വലിയ ഒരു കാര്യമായിട്ട് ഞാൻ കരുതുകയാണ്. അതിൽ ആയുർവേദത്തെ സംബന്ധിച്ച് എത്രയോ വലിയ വിജ്ഞാനമാണ് ആയുർവേദ രംഗത്തുള്ളത്. ധന്വന്തരിയാണ് ആയുർവേദത്തിന്റെ ആചാര്യൻ എന്ന് പറയുന്നത്. ധന്വന്തരി ദേവസങ്കല്പമാണ് വാസ്തവം. വിഷ്ണുവിന്റെ അംശാവതാരമാണ് ധന്വന്തരി എന്നാണ് കരുതപ്പെടുന്നത്. പാൽക്കടൽ കടഞ്ഞപ്പോൾ കടലിൽ നിന്ന് അമർവ് നിറഞ്ഞ കുടവുമായി ഉയർന്നു വന്നു ധന്വന്തരി എന്നാണ് പറയുന്നത്. ചരിത്രത്തിൽ വിക്രമാദിത്യ രാജാവിന്റെ ആ സദസ്സിലെ പ്രമുഖനായ പണ്ഡിതനായിട്ടും ഒരു ചരിത്ര പുരുഷനായിട്ടും ധന്വന്തരിയെ കാണുന്നുണ്ട്. ധന്വന്തരിക്ക് ശേഷം ചരകനും സുശ്രുതനും അതുപോലെ കശ്യപനും വാഗ്ഭടനും ഒക്കെ അവരുടെ ഗ്രന്ഥങ്ങൾ ഇവിടുത്തെ ആയുർവേദ വിദ്യാർത്ഥികൾ പഠിക്കുന്നു. അതിനെ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഈ ഗ്രന്ഥങ്ങളിലൊക്കെയും നമ്മൾ കാണുന്നൊരു വ്യത്യാസം, അലോപ്പതിയിൽ നിന്നും ആയുർവേദത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യത്യാസം എന്ന് പറയുന്നത് അലോപ്പതി ക്യൂറേറ്റീവ് ആണ്. ഒരു രോഗം വന്നാൽ അത് സപ്രസീവാണ്, അത് ക്യൂർ ചെയ്യുവാൻ വേണ്ടിയാണ്. നേരെ മറിച്ച് ആയുർവേദം എന്ന് പറയുന്നത് ഹോളിസ്റ്റിക്കാണ്. ഒരു മനുഷ്യനെ മുഴുവനായി കണ്ടുകൊണ്ട്, വ്യക്തിയെ മുഴുവനായി കണ്ടുകൊണ്ട് ആ മനുഷ്യന്റെ രോഗത്തെ ഭേദമാക്കുകയാണ്. അലോപ്പതിയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നത് അലോപ്പതി എപ്പോഴും, അതായത് എവരി ഡ്രഗ് ഈസ് പൊട്ടൻഷ്യലി ടോക്സിക്. എല്ലാ അലോപ്പതി മരുന്നുകളെ സംബന്ധിച്ചിടത്തോളം അതിന് കുറച്ചൊക്കെ സൈഡ് ഇഫക്റ്റ് ഉണ്ട്. ആയുർവേദത്തെ സംബന്ധിച്ച് 90% സൈഡ് ഇഫക്റ്റ് ഇല്ലാത്ത ആയുർവേദം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ പ്രകൃതിജന്യമാണ്. അതുകൊണ്ട് ഇന്ന് ലോകം മുഴുവൻ ഇപ്പോൾ വെസ്റ്റേണേഴ്സ് മുഴുവൻ ആയുർവേദത്തിലേക്ക് തിരിച്ചിരിക്കുന്നു. ആയുർവേദം ഇപ്പോൾ വലിയ ടൂറിസമായി മാറിയിരിക്കുന്നു. അത് ആയുർവേദം ടൂറിസമായി മാറിയിരിക്കുന്നു. ടൂറിസം കേരളത്തിന്റെ വികസനത്തിലും ഇന്ന് ആയുർവേദം വലിയൊരു സംഭാവനയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ളൊരു സന്ദർഭത്തിൽ ഇവിടെ ആയുർവേദ കോളേജ് ഉയർന്നു വന്നിട്ടുള്ളത് വളരെ നല്ലതാണ്. ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളോട് ഞാൻ പറയട്ടെ, നിങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി നിങ്ങൾ വലിയ ഒരു മാനത്തിലേക്കാണ് നിങ്ങൾ കടക്കുന്നത്. വാസ്തവത്തിൽ നിങ്ങളെ ഇന്ന് ലോകത്തിന് ആവശ്യമാണ്. ഇന്ത്യക്ക് മാത്രമല്ല, കേരളത്തിന് മാത്രമല്ല, ലോകത്തിന് ആയുർവേദ ഫിസിഷ്യൻസിനെ ആവശ്യമുണ്ട്, വൈദ്യന്മാരെ ആവശ്യമുണ്ട്. ആ നിലയിൽ നിങ്ങൾ ആയുർവേദത്തെ കാണണം എന്നാണ് എനിക്ക് അപേക്ഷിക്കുവാനായിട്ടുള്ളത്. ഞാൻ അവസാനിപ്പിക്കട്ടെ. ഇപ്പോഴത്തെ നൂതനമായ ചിന്ത ആയുർവേദവും അലോപ്പതിയും കൂടി സമഞ്ജസമായി സമ്മേളിപ്പിക്കണമെന്നാണ്. ഒരു അലോപ്പതി ഡോക്ടറുടെ ആയുർവേദ ഡോക്ടറും കൂടി ആണെങ്കിൽ ഒന്നാന്തരമാണെന്നാണ്.
അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഇവിടെ ശ്രീ എ കെ ആണ്ടി പറഞ്ഞ പോലെ, ശ്രീ ഉമ്മൻചാണ്ടി ഇവിടെ പറഞ്ഞതുപോലെ NSSന്റെ ആഭിമുഖ്യത്തിൽ ഒരു പുതിയ അലോപ്പതി മെഡിക്കൽ കോളേജ് കൂടി ഈ ക്യാമ്പസിനോടടുത്ത് ഉയരുന്നതോടുകൂടി ഇത് ഇന്ത്യക്ക് മാതൃകയായി തീരാൻ പോവുകയാണ്. അലോപ്പതി ആൻഡ് ആയുർവേദം രണ്ടും കൂടി സമന്വയിപ്പിച്ചുകൊണ്ട് ഒരു പുതിയ ചികിത്സാ രംഗത്ത് ഒരു പുതിയ മുന്നേറ്റത്തിന് നേതൃത്വം കൊടുക്കുവാൻ NSSന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് NSSനെ എല്ലാ നിലയിലും ഞാൻ അഭിനന്ദിച്ചുകൊണ്ട് ചില വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. ഇവിടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന ഹോസ്റ്റലില്ലെങ്കിൽ പുറത്തുനിന്ന് ആളുകൾക്ക് വന്ന് പഠിക്കാൻ ഒക്കെയല്ലോ, ഇല്ലെങ്കിൽ പന്തളത്തെ ഒരു സ്ഥാപനമായി പോകും. ഹോസ്റ്റലുള്ളതോടുകൊണ്ടാണ് കേരളത്തിന്റെ ഒരു സ്ഥാപനമായി മാറണമെങ്കിൽ പുറത്തുനിന്നുള്ള ആളുകൾക്ക് വന്ന് പഠിക്കാനുള്ള സൗകര്യം വേണം. അതുകൊണ്ട് ഇവിടെ ഹോസ്റ്റൽ ഇതോടൊപ്പം നിർമ്മിക്കുന്നു എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. ഇവിടെ 1.5 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന പുതിയ ഹോസ്റ്റലിന്റെ ശിലാസ്ഥാപനം ഞാൻ നിർവഹിക്കുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം.